ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഭവം നമ്മുടെ കോളിഫ്ലവർ കൊണ്ട് നല്ല ടേസ്റ്റിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല രസത്തിലുള്ള കറി, ചപ്പാത്തിക്കായാലും ചോറിനായാലും അല്ലെങ്കിൽ നമ്മളെ ദോശക്കോ എന്തിനു വേണ്ടിയും കൂട്ടാൻ പറ്റുന്ന നല്ല രസത്തിലുള്ളൊരു കറീൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് കാണുന്നല്ലോ, സാധാരണ കോളിഫ്ലവറാണ്. അപ്പോൾ ഈ കോളിഫ്ലവറിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ ചേർത്ത് നല്ല രുചികരമാക്കി എടുക്കുമ്പോൾ എന്താ പറയുക, അത്രയും ടേസ്റ്റുള്ള ഒരു കറിയെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പരിചയപ്പെടാം. ഈ ഫോട്ടോയിൽ നമ്മൾ ഇപ്പോൾ വരാൻ പോകുന്ന ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചാണ്. ഉള്ളിയുണ്ട്, അതുപോലെ തക്കാളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതിനു മുമ്പ് ഇത് നല്ല രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിനെ കുറച്ച് നേരം കുതിർത്ത് വെച്ചതിന് ശേഷം ആണ് നമുക്കിത് ഉപയോഗിക്കാൻ നല്ലത്. കാരണം ഇതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രാണികളും കീടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം 2-3 വെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷമാണ് ഇത് കണ്ടില്ലേ, ഇത് 3-4 വെള്ളത്തിൽ കഴുകി. അപ്പോൾ അതാണിത്. ഇത് കുറച്ച് നേരം കുതിർത്ത് വെച്ചല്ലോ, അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് നമ്മൾ കഷ്ണങ്ങളാക്കി വെക്കുന്നുണ്ട്. ആദ്യം നമ്മളിത് ചോപ്പിച്ചെടുക്കുന്നത് ഉള്ളിയാണ്. ഒരു സാധാരണ പോലെ ഒരു കടായി വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളി നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ല രീതിയിൽ വഴറ്റിയെടുക്കുമ്പോൾ അതിനകത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഇടുമ്പോൾ അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ടും അത് പെട്ടെന്ന് പാകമായിട്ടും വരും. പിന്നെ നമ്മളിതൊന്ന് അടച്ചു വെക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇതൊന്ന് വെന്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ വഴറ്റി ഒന്ന് അടിഞ്ഞ പോലെയാവും. അപ്പോൾ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്തിട്ടത് പച്ചമുളകാണ്. പിന്നെ പച്ചമുളക് മാത്രമല്ല, ഇഞ്ചിയും കൂടെ ആവശ്യമുണ്ട്, വെളുത്തുള്ളി ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ കറിക്കും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ സെയിം ചേർത്ത് വേവിച്ചെടുക്കലാണ്. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തും. പിന്നെ പൊടികളെന്ന് പറയുമ്പോൾ മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഗരം മസാലയുടെ പൊടിയുണ്ട്, ലേശം ചിക്കൻ പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള അളവിൽ നമ്മൾ ചെറിയ രീതിയിൽ ചേർക്കലാണ്. പിന്നെ ഈ മുളകിന് നല്ല എരിവുള്ള ഒരു മുളകായതുകൊണ്ട് പിന്നെ മുളക് പൊടി അധികമായിട്ടൊന്നും ഉപയോഗിച്ചില്ല. അപ്പോൾ ഏതാണ്ട് കുറച്ച് അടച്ചു വെച്ചും വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെന്തടിഞ്ഞ് ആ ഒരു സമയമാകുമ്പോഴാണ് ഈ കോളിഫ്ലവർ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തത്. അപ്പോൾ നല്ല വൃത്തിയിൽ നമ്മളൊന്ന് ചേർത്തതിന് ശേഷം യോജിപ്പിച്ച ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ ആദ്യത്തേത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോളം വേവിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നന്നായി തീ കുറച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ശരിയായൊരു ടേസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. നമ്മൾ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് 15 മിനിറ്റോളം വെച്ചെന്ന് തോന്നും. ഇങ്ങനെ വെച്ചു. ഇത് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ്. നല്ല രീതിയിൽ വെന്ത് ആയി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ആയതിനു ശേഷമാണ് കുരുമുളക് പൊടി ഇട്ടു. അപ്പം നല്ലോണം വെള്ളം വറ്റി വന്നിട്ടാകുമ്പോഴാണ് ഒരു തുള്ളി വെളിച്ചെണ്ണ, ഒരു അടപ്പിൻ്റെ അകത്താണ് വെളിച്ചെണ്ണ ഒഴിച്ചത്, അതും കൂടി എടുത്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ ദോശക്കോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അത്രയും ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.